അന്നൂരി നെല്ല് എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആരെയും അതിശയിപ്പിക്കുന്ന ഒരു നെൽച്ചെടിയാണ് അന്നൂരി നെല്ല്, അന്നുണ്ണി, കോഴിനെല്ല് എന്നെല്ലാം അറിയപ്പെടുന്ന സസ്യം. ഔഷധ ഗുണം കൊണ്ട് സമ്പന്നമായ ഈ നെല്ലിനെ ആദിവാസി വിഭാഗം മരുന്നായി ഉപയോഗിച്ചു വന്നിരുന്നതാണ്. നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി ഒട്ടേറെ നെല്ലിനങ്ങൾ ഉണ്ടായിരുന്നു. അധികം വിളവ് നൽകുന്ന പുതിയ ഇനങ്ങൾ ഉണ്ടായപ്പോൾ പഴയ നെല്ലിനങ്ങൾ പലതും ഇന്ന് ഇല്ലാതായി. അപ്രകാരം വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരിനമാണ് അന്നൂരി നെല്ല്. ഒരു കൃഷി എന്ന നിലയിലുള്ള പരിഗണന ലഭിക്കാതിരുന്നതാണ് ഈ വംശനാശം നേരിടാനുള്ള പ്രധാന കാരണം. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. അന്നൂരി നെല്ല്, അന്നുണ്ണി, കോഴിനെല്ല് എന്നൊക്കെ ഇതറിയപ്പെടുന്നു. അതിരാവിലെ കതിരണിയും ഉച്ചയാകുമ്പോഴേക്കും പാലുറയ്ക്കും, അസ്തമയമാകുമ്പോഴേക്കും മൂപ്പത്തി കൊഴിഞ്ഞു വീഴും. അങ്ങനെ കതിരണിയുന്ന അന്നു തന്നെ ഉതിർത്തി എടുക്കാവുന്ന നെല്ലായതിനാലാണ് ഇതിനെ അന്നൂരി നെല്ല് എന്ന് വിളിക്കുന്നത്. കതിരണിയുന്ന അന്ന് തന്നെ ഉണ്ണാൻ പാകമാകുന്നത് കൊണ്ടാണ് അന്നുണ്ണി എന്ന പേരുണ്ടായത്. കതിരണിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കൊഴിഞ്ഞ് നിലത്ത് വീഴുന്നതിനാൽ നിലത്തു നിന്നും മനുഷ്യർക്ക് സമാഹരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ മണ്ണിൽ നിന്നും കോഴികൾക്ക് കൊത്തിയെടുക്കാൻ പറ്റും. കാട്ടുകോഴികളുടെ ഇഷ്ടപ്പെട്ട തീറ്റ ആയതിനാലാണ് കോഴിനെല്ല് എന്ന പേരുണ്ടായത്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഈ നെല്ല് പൊതുവെ കൃഷി ചെയ്യാറില്ല. ഉൾവനങ്ങളിൽ മാത്രം അപൂർവമായി കാണപ്പെടുന്ന നെല്ലാണ് അന്നൂരി നെല്ല്. കൊല്ലം, കുളത്തുപുഴ, ശബരിമല എന്നിവിടങ്ങളിലാണ് ഇത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചിലർ ഇതിനെ നട്ട് പിടിപ്പിക്കുന്നുണ്ട്. രൂപവരണം നോക്കാം. 3 അടി ഉയരത്തിൽ വളരുന്ന നെല്ലാണിത്. 20-ൽ താഴെ നെൽമണികൾ മാത്രമേ ഇതിലുണ്ടാവുകയുള്ളൂ. കതിർ സാധാരണ നെൽമണി പോലെയല്ല. സാധാരണ കതിർക്കുല നേരെ പോയിട്ട് വളഞ്ഞ് അഗ്രം കീഴോട്ടായിരിക്കും. ഇതിൻ്റെ കതിർ ശരം പോലെ നേരെ മുകളിലേക്ക് ആയിരിക്കും. ഇലകൾ പൊതുവെ സാധാരണ നെല്ലിനേക്കാൾ വലിപ്പവും കട്ടിയും കുറവാണ്. പെട്ടെന്ന് നശിച്ചു പോകാത്ത ഈ നെല്ല് നട്ട് മുളച്ചു കഴിയുമ്പോൾ ചുവട്ടിൽ ധാരാളം ചെനപ്പുകളുണ്ടായി പടരുകയും ചെയ്യും. ആ ചെനപ്പുകൾ അടർത്തി നടാവുന്നതാണ്. നെല്ല് പാകിയും തൈകളുണ്ടാക്കാം. വനമേഘങ്ങളിൽ 3 ആഴ്ച കൊണ്ട് കതിരണിയുമെങ്കിലും നാട്ടിൽ വളർത്തുമ്പോൾ വിത്തിട്ടാൽ 1 മാസത്തോളം വേണ്ടിവരും. മികച്ച പ്രതിരോധശേഷിയുള്ള നെല്ലിനമാണ് അന്നൂരി. കേടുകളും രോഗങ്ങളും ബാധിക്കുന്നത് കുറവായതിനാൽ പെട്ടെന്ന് നശിച്ചു പോവുകയുമില്ല. ഔഷധമൂല്യത്തെ നോക്കാം. ഔഷധമൂല്യം കൊണ്ട് സമ്പന്നമായ ഈ നെല്ലിനെ ആദിവാസികൾ മരുന്നായി ഉപയോഗിച്ചിരുന്നതാണ്. അന്നൂരി നെല്ലിൻ്റെ ഔഷധ ഗുണം ആദിവാസികൾക്ക് മാത്രം അറിയുന്നതാണ്. അന്നൂരി നെല്ലിനെക്കുറിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ അധികം നടന്നിട്ടില്ല. ആദിവാസികൾ ചൊറി, ചിരങ്ങ് മുതലായ ത്വക്ക് രോഗങ്ങൾക്ക് അന്നൂരി നെല്ലിൻ്റെ ഓല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളത്തിൻ്റെ ചൂട് പാകമാകുമ്പോൾ അതിൽ കുളിപ്പിക്കാറുണ്ട്. പണ്ടുകാലത്ത് വസൂരി ശമിപ്പിക്കാൻ ഈ നെല്ല് ഔഷധമായി ഉപയോഗിച്ചിരുന്നതായി ആദിവാസികൾ പറയുന്നു. അന്നൂരി നെല്ലിൻ്റെ ഓല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആവി കൊള്ളുന്നതോടൊപ്പം പുഴുങ്ങിയ ഓല തഴപ്പായയിൽ വിരിച്ച് രോഗിയെ വിവസ്ത്രനായി അതിൽ കിടത്തും. അന്നൂരി നെല്ല് വറുത്ത് മലരെടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ കൊടുക്കും. ഓല പുഴുങ്ങിയ വെള്ളത്തിൽ കുളിപ്പിക്കും. 1 ആഴ്ച കൊണ്ട് വസൂരി രോഗശമനം ലഭിച്ചിരുന്നുവെന്നാണ് ഇവരുടെ സാക്ഷ്യം. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് മരുന്ന് തയ്യാറാക്കാൻ സിദ്ധവൈദ്യപ്രകാരം പാരമ്പര്യ വൈദ്യന്മാർ രഹസ്യമായി ഉപയോഗിക്കുന്ന നെല്ലാണ് അന്നൂരി. വൈദ്യർ തന്നെ പോയി ശേഖരിക്കണം എന്നാണ് ആചാരവിധി. വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. ശബരിമല കാടുകളിലാണ് അന്നൂരി നെല്ല് പ്രകൃത്യാ ഉണ്ടായത് എന്നതിനാൽ ദൈവിക ശക്തിയുള്ള നെല്ലാണ് ഇതെന്ന വിശ്വാസം പരക്കെ ഉണ്ട്.